ചെല്ലാനത്തെ കടൽ കയറ്റ പ്രശ്നം പരിഹരിക്കുന്നതിലെ സർക്കാർ അനാസ്ഥയ്ക്കെതിരെ കണ്ണമാലിയിൽ പ്രദേശവാസികൾ നടത്തിയ ഹർത്താലും തീരദേശപാത ഉപരോധവും അവസാനിപ്പിച്ചു. പുലിമുട്ട്, ടെട്രോപാഡ് എന്നിവ ഉടൻ നിർമ്മിക്കുമെന്ന് ജില്ലാ കളക്ടർ NSK ഉമേഷ് സമരസ്ഥലത്തെത്തി ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. എല്ലാ വകുപ്പുകളെയും പങ്കെടുപ്പിച്ച് ചൊവ്വാഴ്ച യോഗം ചേരുമെന്നും കളക്ടർ അറിയിച്ചു. PT മുഹമ്മദ് ജസീം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ചെല്ലാനത്ത് കടൽഭിത്തി വേണമെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാർ നടത്തിയ ഉപരോധ സമരം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. ജില്ലാ കളക്ടറുടെ ഉറപ്പിന്മേലാണ് ഇപ്പോൾ സമരം അവസാനിപ്പിച്ചിട്ടുള്ളത്. നേരത്തെ നമുക്കറിയാവുന്നതുപോലെ തന്നെ ചെല്ലാനത്തെ ഈ ഒരു കടലോര മേഖലയിലെ കടലേറ്റ പ്രശ്നത്തെ കാരണം വലിയ ബുദ്ധിമുട്ടിലായിരുന്നു ജനങ്ങൾ. അത് കാരണം തന്നെ ഇവിടെയുള്ള പ്രദേശവാസികൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതുവരെ സമരമുഖത്തുണ്ടാകുമെന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ ജില്ലാ കളക്ടർ അതിന് അടിയന്തരമായി പരിഹാരം കാണാമെന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പ്രശ്നത്തിന് ഒരു തൽക്കാലം സമരം അവസാനിപ്പിച്ചിരിക്കുന്നത്. നമുക്കിപ്പം സമരസമിതിയുടെ ആളുകൾ തന്നെ ചേരുന്നുണ്ട്. എന്താണ് ഇന്നിപ്പോൾ ഈ ഒരു കളക്ടർ ഈ കാര്യം പറഞ്ഞു? ചെല്ലാനത്തിന് വേണ്ട പരിഹാര മാർഗങ്ങളെല്ലാം ഇപ്പോൾ ഇന്ന് കളക്ടറുടെ ഉറപ്പിന്മേലുണ്ടോ? കളക്ടറുടെ ഉറപ്പിന്മേൽ ചെല്ലാനത്തുള്ള നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള നമ്മൾ ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ണ് അടിച്ച് തീരം പുനർനിർമ്മിക്കുക എന്നുള്ളതാണ്. അതാണ് ഈ ചെല്ലാനം റീച്ചിൻ്റെ ഒരു പരിഹാരം എന്നുള്ളത്. പക്ഷെ അതും കളക്ടർ പറഞ്ഞത് ഈ വരുന്ന ചൊവ്വാഴ്ച അതിന് വേണ്ടിയിട്ടുള്ള മീറ്റിംഗ് വിളിക്കുന്നുണ്ട്. മറ്റേ കൊച്ചിൻ പോർട്ടിൻ്റെ ആളുകളുമായിട്ട് ചേർന്നിട്ട്, ഇറിഗേഷൻ ആളുകളുമായിട്ട് ചേർന്നിട്ടുള്ളൊരു മീറ്റിംഗ് നമ്മളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കളക്ടറേറ്റിൽ വെച്ചിട്ടൊരു മീറ്റിംഗ് വിളിക്കുന്നുണ്ട്. ആ മീറ്റിംഗ് നടന്നാൽ അത് പോസിറ്റീവ് ആയിരിക്കും എന്ന് തന്നെയാണ് കളക്ടർ ഉറപ്പ് തന്നിട്ടുള്ളത്. അതിൻ്റെ തൊട്ട് പിറ്റേന്ന് മുതൽ സാധിക്കുമെങ്കിൽ ഇവിടെ മണ്ണടിച്ച് തുടങ്ങും. കാരണം മണ്ണടിക്കുന്നതിന് വേറെ തടസ്സങ്ങളൊന്നുമില്ല, പൈസ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് അത് ഏറ്റവും അടുത്ത ദിവസം തന്നെ മണ്ണടിച്ച് തുടങ്ങും എന്നുള്ളൊരു ഉറപ്പ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ജിയോ ബാഗിൻ്റെ ഒരു സംവിധാനം താൽക്കാലിക ആശ്വാസം എന്ന് പറഞ്ഞു. ഈ ജിയോ ബാഗ് നിർമ്മിക്കുന്നത് അത്ര പ്രാവർത്തികമാണോ അതോ അത് വേണ്ട എന്നുള്ളതാണോ നിങ്ങൾ പറയുന്നത്? ജിയോ ബാഗ് വേണ്ട എന്നല്ല ഞങ്ങൾ പറയുന്നത്. ജിയോ ബാഗ് ഒരിക്കലും ഒരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരമല്ല. ജിയോ ബാഗ് വെറും താൽക്കാലികം മാത്രമാണ്. അതായത് ഒരാഴ്ചയ്ക്ക് മുമ്പ് വെച്ച ജിയോ ബാഗ് ഒരൊറ്റ കടലേറ്റത്തിൽ ഇവിടെ അടിച്ചു പോകും. അതാണ് ജിയോ ബാഗ്. അപ്പോൾ ജിയോ ബാഗ് ഒരിക്കലും ഒറ്റ കടലേറ്റത്തെ തടയാനായിട്ട് താൽക്കാലികമായിട്ട് കഴിയും. പക്ഷേ അടുത്ത കടലേറ്റത്തിന് വീണ്ടും മറ്റൊരു ജിയോ ബാഗ് വെക്കേണ്ടി വരും. ഇതിനിങ്ങനെ പൈസ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കണം. അത് അനാവശ്യമായിട്ടുള്ള ചെലവാണ്. അതാണ് നമ്മൾ പറയുന്നത്. നമുക്ക് ജിയോ ബാഗ് അല്ല നമുക്ക് ആവശ്യം. നമുക്ക് ശാശ്വതമായിട്ടുള്ള പരിഹാരമാണ് ഈ തീരത്തിന് ആവശ്യം. അത് ഈ തീരത്തെ ഒറ്റക്കെട്ടായിട്ട് കണ്ടുകൊണ്ട് ഏതെങ്കിലും ഒരു റീച്ച്, ഇപ്പോൾ കണ്ണമാലിയിലാണ് നമ്മൾ റോഡ് ഉപരോധം നടത്തിയത് എന്നുള്ളതുകൊണ്ട് കണ്ണമാലി പ്രദേശം സംരക്ഷിക്കാനല്ല നമ്മൾ പറയുന്നത്. ബീച്ച് റോഡ് വരെയുള്ള, ഇവിടെ മുതൽ പുത്തൻതോട് മുതൽ ബീച്ച് റോഡ് വരെയുള്ള പ്രദേശത്ത് കടൽക്കയറ്റം വളരെ രൂക്ഷമായിട്ടുണ്ട്. ഈ തീരത്ത് ഒറ്റക്കെട്ടായിട്ട് കണ്ടുകൊണ്ട് ഇതിനെ പരിഹാരം ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ബീച്ച് നറിഷ്മെന്റ്, തീരം പുനർനിർമ്മിച്ചുകൊണ്ടുള്ള ഒരു പരിഹാരം നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത് കളക്ടർ ഇപ്പോൾ ഉറപ്പ് തന്നിട്ടുണ്ട്. പക്ഷേ കളക്ടറുടെ ഉറപ്പ് ഈ ചൊവ്വാഴ്ചയ്ക്ക് ശേഷം ബുധനാഴ്ചയോടടുത്തിട്ട് അതിൻ്റെ ഉറപ്പ് എത്രമാത്രം ഉണ്ട് എന്ന് നോക്കി ആ ഉറപ്പ് പാലിക്കപ്പെടുന്നില്ല എങ്കിൽ വീണ്ടും ഒരു സമരം ഈ റോഡിലേക്ക് തന്നെ നമ്മൾ വരും. മാത്രമല്ല അന്ന് വന്നു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ തിരിച്ചു പോയതുപോലെ പോവാനും അല്ല എന്നാണ് ഈ ആളുകളുടെ എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായിട്ട് തീരുമാനിച്ചിട്ടുള്ള കാര്യം.